നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം കേൾക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും വന്ദനം. ഒരു തവണ കൂടെ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധ വചനവുമായി നിങ്ങളുടെ മുൻപാകെ വരുവാൻ ഈ G2R പ്ലാറ്റ്ഫോമിൽ സാവകാശം തന്ന ദൈവത്തിന് സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. പത്രോസ് എഴുതിയ 1 ലേഖനം 2 അധ്യായത്തിൽ 9 വാക്യത്തിൽ നാം കാണുന്നത് പോലെ ഇസ്രായേൽ ജനങ്ങളുടെ നടുവിലെ പൗരോഹിത്യവർഗവും പുതിയ നിയമത്തിലെ രാജകീയ പൗരോഹിത്യവും തമ്മിലുള്ള താരതമ്യ പഠനമാണ് നാം ചില നാളുകളായി പഠിക്കുന്നത്. ഏത് രാജ്യത്തിലും ജനിച്ച് പൗരത്വമുള്ള ഏത് വ്യക്തിക്കും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പരദേശികളായി വേറൊരു രാജ്യത്ത് പാർക്കുന്ന പ്രവാസികളായിരിക്കുന്നവർക്കും കൃത്യമായി അനുസരിക്കേണ്ടതിനും ആചരിക്കേണ്ടതിനും അതാത് രാജ്യങ്ങളുടേതായ ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ അതാത് രാജ്യം സ്ഥാപിച്ച രാഷ്ട്രശില്പികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവ ആവശ്യാനുസരണം മാറ്റുകയും ഭേദഗതി വരുത്തുകയും ചെയ്യുന്നതിനും അതിൽ തന്നെ വ്യവസ്ഥകൾ അഥവാ പ്രൊവിഷൻ ഉണ്ട്. എന്നാൽ ദൈവസഭയുടെ സ്ഥാപകനും ഉടമസ്ഥനും ശില്പിയും ആയ ദൈവപുത്രൻ, സഭയുടെ തലയായ ദൈവപുത്രൻ, സഭയുടെ കാന്തനായ ദൈവപുത്രൻ വരും കാലങ്ങളിൽ സഭകളിൽ കുടിവരവുകളിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായ വിധിമുറകൾ ഇതിൽ തന്നെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. പുതിയതായ പ്രമാണങ്ങളും മാറ്റങ്ങളും ഉണ്ടാക്കുവാൻ അനുവദിച്ചിട്ടില്ല. അതെന്താണെന്ന് നോക്കാം. ദൈവപുത്രനിൽ വിശ്വസിക്കുന്ന ഏറ്റവും ചെറിയവരിൽ ഒരുത്തനു പോലും ഇടർച്ച വരുത്തുന്ന യാതൊരു കാര്യവും ഉണ്ടാക്കരുത്. മത്തായി എഴുതിയ സുവിശേഷം 18 അധ്യായം 6 വാക്യത്തിൽ വളരെ വ്യക്തമായി യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നു, ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം. ഇടർച്ച വരുന്നത് ആവശ്യം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം. മത്തായി എഴുതിയ സുവിശേഷം 18 അധ്യായം 7 വാക്യം. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ച് ഇടർച്ച വരുത്തിയാൽ എന്തു ചെയ്യണം? അതും ദൈവവചനത്തിൽ ദൈവപുത്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. 1, നീ ചെന്ന് നീയും അവനും മാത്രം ഉള്ളപ്പോൾ ആർക്കും വിളംബരം ചെയ്തറിയിക്കാതെ കുറ്റം അവന് ബോധ്യം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. 2 വ്യവസ്ഥ, അവനെ കുറ്റം വരുത്തുന്ന വിഷയത്തിൽ ബോധ്യം വരുത്തുവാൻ പരിശ്രമിക്കുമ്പോൾ അവൻ കേൾക്കാഞ്ഞാൽ സഹോദരങ്ങളിൽ നിന്നുള്ള 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യങ്ങളും ഉറപ്പാക്കേണ്ടതിന് 1-2 പേരെ കൂടെ കൂട്ടിക്കൊണ്ടു ചെല്ലുക. അത് ന്യായപ്രമാണത്തിലുള്ള ദൈവവചനമാണ്. അവരെ കൂട്ടാക്കാഞ്ഞാൽ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കർത്താവ് ന്യായപ്രമാണം കൊടുത്തവനാകുന്നു എങ്കിലും ന്യായപ്രമാണത്തെ നീക്കുവാൻ വന്നവനല്ല, ന്യായപ്രമാണത്തെ നിവർത്തിപ്പാൻ വന്നവനാണ്. അതിന് ഉദാഹരണമായ ഒരു തെളിവാണിത്. 2-3 പേരെയും കൂടെ കൂട്ടിക്കൊണ്ട് ചെല്ലുമ്പോൾ അവരെയും കൂട്ടാക്കാഞ്ഞാൽ, 3, സഭയെ അറിയിക്കുക. സഭയിൽ എത്ര പേരുണ്ട്? അത് സഭയിൽ അറിയിക്കുക. 4, സഭയെയും കൂട്ടാക്കാഞ്ഞാൽ, അപ്പോൾ 1 നിന്നെ കൂട്ടാക്കിയില്ല, 2-3 പേരെ അറിയിച്ചു, അവരോടുകൂടെ ചേർന്നു, അവരെ കൂട്ടാക്കിയില്ല. സഭയെ അറിയിച്ചു, സഭ ആ വിഷയത്തെ ശോധന ചെയ്ത് നോക്കി, അവനോട് ബോധം വരുത്തുവാൻ നോക്കി, അവൻ അനുസരിച്ചില്ല. സഭയെയും കൂട്ടാക്കാഞ്ഞാൽ, 4,
അവൻ നിനക്ക് പുറംജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. യഹൂദന്മാരുടെ നടുവിൽ നിഷിദ്ധമായി അൺടച്ചബിൾ ആയിരുന്ന രണ്ടു കൂട്ടം ആളുകളാണ് പുറജാതിക്കാരനും ചുങ്കക്കാരനും. ഇതിന് പുറത്ത് ആരെയും കൂട്ടാക്കാത്തവനെ നല്ല പാഠം പഠിപ്പിക്കേണ്ടതിന് പക പോക്കേണ്ടതിനായി പോലീസ് സ്റ്റേഷനിലോ ജാതികളാൽ വിധി പറയുന്ന കോടതികളിലോ, കീഴ്ക്കോടതി, ജില്ലാ കോടതി, മജിസ്ട്രേറ്റ് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി, വേൾഡ് കോടതി എന്നിവിടങ്ങളിൽ പോകുന്നുവോ? അതാണ് വിശുദ്ധ പൗലോസ് ചോദിച്ചത്. ഇവയത്രേ സമാഗമന കൂടാരം, അതിലെ വിശുദ്ധി, അശുദ്ധി എന്നീ വിഷയവും സഭയാ മന്ദിരത്തിലെ വിശുദ്ധി, അശുദ്ധി എന്നിവയെ താരതമ്യം ചെയ്തുള്ള ഹ്രസ്വപഠനം. ഇവയ്ക്ക് വിപരീതമായി വേറൊരു ഉപദേശവും ഇല്ല. ഇസ്രായേൽ ജനങ്ങളുടെ നടുവിലെ പ്രശ്ന പരിഹാരത്തിനായി 1000 പേർക്ക് അധിപതി, 100 പേർക്ക് അധിപതി, 50 പേർക്ക് അധിപതി, 10 പേർക്ക് അധിപതി, ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് സൻഹെദ്രീം, മഹാപുരോഹിതൻ, ന്യായാധിപനായുള്ള സൻഹെദ്രീം. ഇവിടെ പ്രശ്നം തീർക്കുക അല്ലാതെ അടുത്തുള്ള രാജ്യമംഗളാകുന്ന പലസ്തീനിലോ മിസ്രൈമിലുള്ള കോടതികളിലോ പോയിരുന്നില്ല. അങ്ങനെയാകുന്നുവെങ്കിൽ ദൈവസഭയിലെ പ്രശ്ന പരിഹാരത്തിനായി ജാതികളായിരിക്കുന്നവർ, ന്യായാധിപരായിരിക്കുന്ന, ജാതികളിൽ നിന്നുള്ള വക്കീലന്മാരായിരിക്കുന്ന, പ്രോസിക്യൂട്ടർമാരായിരിക്കുന്ന വ്യക്തികളുടെ മുൻപാകെ നിങ്ങൾക്ക് നീതി കിട്ടേണ്ടതിന് പോകരുത് എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ശ്രദ്ധിക്കൂ, ഇസ്രായേൽ സഭയിലെ പ്രശ്ന പരിഹാരം. ദൈവം മോശയ്ക്കും തൻ്റെ ജനമായ ഇസ്രായേലിനും വേണ്ടി ചെയ്തതൊക്കെയും, യഹോവ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതും, മിദ്യാനിലെ പുരോഹിതനായി മോശയുടെ അമ്മായപ്പനായി യിത്രോ കേട്ടു. കുറച്ചു നാളുകൾക്ക് മുൻപ് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയതാണല്ലോ. ദൈവം തനിക്ക് പ്രത്യക്ഷപ്പെട്ടു, തൻ്റെ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിപ്പാനായി എന്നെ അങ്ങോട്ടേക്ക് നിയോഗിച്ച് അയച്ചിരിക്കുന്നു. അയാൾ സന്തോഷത്തോടുകൂടി അയച്ചു. വന്ന വിഷയത്തെക്കുറിച്ച് അവൻ കേട്ടു. തൻ്റെ ജനത്തെ വിടുവിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്നു. അടുത്തത്, മോശയും ഇസ്രായേൽ ജനങ്ങളും പാളയമിറങ്ങിയിരുന്ന മരുഭൂമിയിൽ ദൈവത്തിൻ്റെ പർവ്വതത്തിങ്കൽ മോശയുടെ അടുക്കൽ അമ്മായപ്പൻ യിത്രോ വന്നു. മോശയെ തൻ്റെ അമ്മായിയപ്പനെ എതിരേൽപ്പാൻ ചെന്ന് വണങ്ങി അവനെ ചുംബിച്ചു. അവർ തമ്മിൽ കുശലപ്രസനം ചെയ്തു. കൂടാരത്തിൽ മടങ്ങി വന്നു. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. പിറ്റേനാൾ, അടുത്ത ദിവസം, മോശെ ജനത്തിന് ന്യായം വിധിപ്പാനിരുന്നു. 20 വയസ്സ് മുതൽ എണ്ണപ്പെട്ടവരും അരശേക്കൽ വെള്ളി കൊടുത്ത് വീണ്ടെടുക്കപ്പെട്ടവരുമായ 6,03,350 ജനങ്ങളുണ്ട്. സ്വാഭാവികമായി അവരുടെ നടുവിൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് ന്യായം വിധിപ്പാൻ മോശെ ഏകനായിരുന്നു. ജനം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ മോശയുടെ ചുറ്റും നിന്നു. അവൻ ജനത്തിനു വേണ്ടി ചെയ്യുന്നതൊക്കെയും മോശയുടെ അമ്മായപ്പൻ കണ്ടപ്പോൾ, നീ ഈ ജനത്തിനു വേണ്ടി ചെയ്യുന്ന ഈ കാര്യം എന്ത്? നീ ഏകനായി വിസ്തരിപ്പാനിരിക്കുകയും ജനമൊക്കെയും രാവിലെ തുടങ്ങി സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ, വൈകുന്നേരം വരെ നിന്റെ ചുറ്റും നിൽക്കുന്നതും എന്ത് എന്ന് അവൻ ചോദിച്ചു. മോശെ തൻ്റെ അമ്മായപ്പനോട്, ദൈവത്തോട് ചോദിപ്പാൻ ജനം എൻ്റെ അടുക്കൽ വരുന്നു. അവർക്ക് ഒരു കാര്യം ഉണ്ടായാൽ, ഒരു കേസ് ഉണ്ടായാൽ, ഒരു പ്രശ്നം ഉണ്ടായാൽ, ഒരു പ്രോബ്ലം ഉണ്ടായാൽ അവർ എൻ്റെ അടുക്കൽ വരും. അവർ തമ്മിലുള്ള കാര്യങ്ങൾ ഞാൻ കേട്ട് വിധിക്കും. ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അവരെ ന്യായവിധിയായി അറിയിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. പുറപ്പാട് ദിവസം 18-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അതിന് മോശയുടെ അമ്മായപ്പൻ അവനോട് പറഞ്ഞത്, നീ ചെയ്യുന്ന ഈ കാര്യം നന്നല്ല. നീയും നിന്നോടുകൂടെയുള്ള ഈ ജനവും ക്ഷീണിച്ചു പോകും. ഈ കാര്യം നിനക്ക് അതിഭാരമാകുന്നു.
ഏകനായി അത് നിവർത്തിപ്പാൻ നിനക്ക് കഴിവുള്ളതല്ല. ആകയാൽ എൻ്റെ വാക്ക് കേൾക്കാം. ഞാനൊരാലോചന പറഞ്ഞു തരാം. ദൈവം നിന്നോടുകൂടെ ഇരിക്കും. നീ ജനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കാം. നീ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടു ചെല്ലുക. അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കേണ്ടുന്ന വഴിയും ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും അവരെ അറിയിക്കുകയും ചെയ്യുക. അതല്ലാതെ ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തിൽ നിന്നും തെരഞ്ഞെടുത്ത് അവരെ 1000 പേർക്ക് അധിപതിമാരായും 100 പേർക്ക് അധിപതിമാരായും 50 പേർക്ക് അധിപതിമാരായും 10 പേർക്ക് അധിപതിമാരായും നിയമിക്കാം. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. എന്നിട്ട് ബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ്, അധിപന്മാർ എല്ലാ സമയത്തും ജനത്തിന് ന്യായം വിധിക്കട്ടെ. വലിയ കാര്യമൊക്കെയും അവർ നിന്റെ അടുക്കൽ കൊണ്ടുവരട്ടെ. ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ തീർക്കട്ടെ. ഇങ്ങനെ അവർ നിന്നോടുകൂടെ ഭാരം വഹിക്കുന്നതിനാൽ നിന്റെ ഭാരം കുറയും. നീ ഈ കാര്യം ചെയ്യുകയും ദൈവം അത് അനുവദിക്കുകയും ചെയ്താൽ നിനക്ക് നിന്നു പൊറുക്കാം. ഈ ജനത്തിനൊക്കെയും സമാധാനത്തോടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോകുകയുമാകാം. പുറപ്പാട് ദിവസം 18-ാം അധ്യായം 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. പഴയ നിയമത്തിൽ ലേവ്യ പുരോഹിതന്മാരും സന്നദ്ധരിയും അംഗങ്ങളും ഉൾപ്പെടെയുള്ള പഴയ നിയമ ജനത്തിനു കൊടുത്ത പ്രശ്നപരിഹാര വിഷയമാകുന്നു ഈ കേൾക്കുന്നത്. മോശെ എന്തു ചെയ്തു? തൻ്റെ അമ്മായപ്പൻ്റെ വാക്ക് കേട്ടു. അവൻ പറഞ്ഞതുപോലെയൊക്കെയും ചെയ്തു. മോശെ എല്ലാ ഇസ്രയേലിൽ നിന്നും, ശ്രദ്ധിക്കണം, പ്രാപ്തിയുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുത്തു. അവരെ 1000 പേർക്ക് അധിപതിമാരായും സഹസ്രാധിപന്മാർ, 100 പേർക്ക് അധിപതിമാരായും ശതാധിപന്മാർ, 50 പേർക്ക് അധിപതിമാരായും 10 പേർക്ക് അധിപതിമാരായും ജനത്തിന് തലവന്മാരാക്കി. അവർ എല്ലാ സമയത്തും ജനത്തിന് ന്യായം വിധിച്ചു വന്നു. വിഷമമുള്ള കാര്യം ഒക്കെയും അവർ മോശയുടെ അടുക്കൽ കൊണ്ടുവരും. ചെറിയ കാര്യങ്ങളൊക്കെ അവർ തന്നെ പരിഹരിക്കും. പുറപ്പാട് ദിവസം 18-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. മിസ്രൈമിൽ നിന്ന് ഇറങ്ങി തിരിച്ചവരിൽ 20 വയസ്സ് മുതൽ മേലോട്ട് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരുടെയും എണ്ണം ആകെ 6,03,550 പേർ. ഇവരുടെ കൂട്ടത്തിൽ ലേവ്യരെ പിതൃഗോത്രമായി എണ്ണിയില്ല. ലേവ്യരെ മറ്റ് ഗോത്രങ്ങളിലുള്ളവരെ എണ്ണിയതുപോലെ എണ്ണിയില്ല. സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിൽ 44 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ 1000 പേർക്ക് അധിപതിമാരായി നിയോഗിക്കപ്പെട്ടവർ, ശ്രദ്ധിച്ചു കേൾക്കണം, 635 പേർ. 100 പേർക്ക് അധിപതിമാരായവർ 6035 പേർ. 50 പേർക്ക് അധിപതിമാരായി 12,701 പേർ. 10 പേർക്ക് അധിപതിമാരായി നിയോഗിക്കപ്പെട്ടവർ 60,305 പേർ. അതിൻ്റെ ശേഷം മോശെ തൻ്റെ അമ്മാവിയപ്പനെ യാത്ര അയച്ചു. അവർ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. പുറപ്പാട് ദിവസം 18-ാം അധ്യായം 27-ാമത്തെ വാക്യം. തദ്വിഷയത്തെ മോശെ തൻ്റെ അവസാന വാക്കുകളിൽ അവർ നിത്യം ആചരിച്ചു വരേണ്ടിയിരുന്ന ഭരണ സംവിധാനത്തെ സംബന്ധിച്ച് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത് ശ്രദ്ധിക്കുക. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 16, 15-ന്റെ 2, 5, 22-ന്റെ 17 വാക്യങ്ങളിൽ കാണുന്നത് പോലെ ഭൂമിയിലെ മണൽ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും
ആകാശത്തിലെ എണ്ണിത്തീർക്കുവാൻ കഴിയാത്ത നക്ഷത്രങ്ങൾ പോലെയും നിങ്ങളെ വർദ്ധിപ്പിക്കട്ടെ എന്ന് ദൈവം വല്യപ്പച്ചനായിരുന്ന അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം അക്ഷരം പ്രതി നിറവേറ്റി. അതാണ് മോശെ ഇവിടെ തൻ്റെ ജനത്തോട് പറയുന്നത്. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങളെ ഇനിയും ഇപ്പോഴുള്ളതിനേക്കാൾ 1000 ഇരട്ടിയാക്കി താൻ നിങ്ങളോട് അരുളി ചെയ്തതുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഏകനായി നിങ്ങളുടെ ഭാരവും നിങ്ങളുടെ ചുമടും നിങ്ങളുടെ വ്യവഹാരങ്ങളും വഹിക്കുന്നത് എങ്ങനെ? അതത് ഗോത്രത്തിൽ നിന്നു ജ്ഞാനവും വിവേകവും പ്രസിദ്ധിയുമുള്ള പുരുഷന്മാരെ തെരഞ്ഞെടുപ്പീൻ. മോശയുടെ അന്ത്യവാക്യങ്ങൾ എങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കണം? അവർ ജ്ഞാനമുള്ളവരായിരിക്കണം, വിവേകമുള്ളവരായിരിക്കണം, പ്രസിദ്ധന്മാരായിരിക്കണം, പുരുഷന്മാരായിരിക്കണം. അവരെ ഞാൻ നിങ്ങൾക്ക് തലവന്മാരാക്കും. അതിന് നിങ്ങൾ എന്നോട് നീ പറഞ്ഞ കാര്യം നല്ലത് എന്ന് ഉത്തരം പറഞ്ഞു. ആകയാൽ ഞാൻ നിങ്ങളുടെ ഗോത്രത്തലവന്മാരായി ജ്ഞാനവും പ്രസിദ്ധിയുമുള്ള പുരുഷന്മാരെ 1000 പേർക്ക് അധിപതിമാർ, 100 പേർക്ക് അധിപതിമാർ, 50 പേർക്ക് അധിപതിമാർ, 10 പേർക്ക് അധിപതിമാർ, ഇങ്ങനെ നിങ്ങൾക്ക് തലവന്മാരും ഗോത്രപ്രമാണികളുമായി നിയമിച്ചു. അന്ന് ഞാൻ നിങ്ങളുടെ ന്യായാധിപന്മാരോട് ആജ്ഞാപിച്ചത്, നിങ്ങളുടെ സഹോദരന്മാർ തമ്മിലുള്ള കാര്യാദികളെ കേട്ട് ആർക്കെങ്കിലും സഹോദരന്മാരോടോ പരദേശികളോടോ വല്ല കാര്യവും ഉണ്ടായാൽ അത് നീതിയോടെ വിധിപ്പീൻ. ന്യായവിസ്താരത്തിൽ മുഖം നോക്കരുത്. ചെറിയവന്റെ കാര്യവും വലിയവന്റെ കാര്യവും ഒരുപോലെ കേൾക്കണം. മനുഷ്യനെ ഭയപ്പെടരുത്. ന്യായവിധി ദൈവത്തിനുള്ളതല്ലോ. നിങ്ങൾക്ക് അധികം പ്രയാസമുള്ളത് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ, ഞാൻ അത് തീർക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെയും അക്കാലത്ത് നിങ്ങളോട് കൽപ്പിച്ചുവല്ലോ. ഇതാകുന്നു പഴയ നിയമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും വർദ്ധിച്ചു കിടന്ന ജനത്തിൻ്റെ നടുവിലെ പ്രശ്ന പരിഹാരത്തിന് പഴയ നിയമ പൗരോഹിത്യവർഗത്തിൻ്റെ കീഴിൽ നിന്ന ജനത്തിന് ദൈവം കൽപ്പിച്ചു കൊടുത്ത പ്രമാണങ്ങൾ. ഇതൊരു നിഴലാണ്. ഇനിയും പൊരുളിലേക്ക് അല്പം കൂടെ കഴിഞ്ഞ് നമുക്ക് വരാം. പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് നടക്കുകയല്ല. നിങ്ങൾ ന്യായമായി പരിഹരിക്കുന്ന വിഷയങ്ങൾ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചു തന്നിരിക്കുന്നു. അതിനുശേഷം നിങ്ങൾ അവയെ എൻ്റെ അടുക്കൽ കൊണ്ടുവരണം, ഞാൻ അത് ചെയ്യും. കർത്താവെ, നന്ദിയോടുകൂടെ സ്തോത്രം. ഈ ശുശ്രൂഷയെ അനുഗ്രഹിച്ച് ആശീർവദിക്കണം. കേൾവിക്കാരെയും അനുഗ്രഹിക്കും. അങ്ങയുടെ പുത്രന്റെ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ.